ഭയങ്കര തിന്നാണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനും നാസിൻ്റെ ഫൗണ്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ട്. ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്രൈഡ് നിമ്മി. അതെ അതെ, എന്താ കുറേ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നിമ്മി തന്നെ പറഞ്ഞ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന്. മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് മതി, മേക്കപ്പേ വേണ്ട ആക്ച്വലി. ഹെയർ മാത്രം ചെയ്താലും കുഴപ്പമില്ല എന്നാ പറയണത്. ഹെയർ ഓർണമെന്റ്സും സാരിയും മാത്രം മതി, ഫേസ് ഒന്നും ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ട, കുഴപ്പമൊന്നുമില്ല. ലെൻസ് വെച്ചൂടെ? വേണ്ട, അതും വേണ്ട. ലെൻസ് വേണ്ട. വെരി നൈസ്. ഹെയർ ആണെങ്കിലും സിമ്പിൾ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ, എല്ലാം സിമ്പിൾ. നമ്മള് നോക്കിണ്ടായിരുന്നില്ലേ എക്സ്റ്റൻഷൻ? അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് നല്ല തിക്കായിട്ട് പൂ വെച്ചിട്ട് ഇവിടുന്ന് മേലേക്ക് എടുത്തിട്ട് ഫുൾ ബാക്ക് ആണോ ഉദ്ദേശിക്കുന്നത്? ഫുൾ ബാക്ക്. പാർട്ടീഷൻ വേണ്ട വേണ്ട, ബാക്ക് കോമ്പിങ് മതി. ഏതായിരുന്നു പാക്കേജ് എടുത്തത്? സഫയർ പാക്കേജ്. അപ്പം നോക്കാം മിനിമൽ ആണോ ഹെവി ആണോ എന്തായി വരിക എന്നുള്ളത്. ഹെവി ആവരുത്, ആയ മിക്കവാറും ഞാൻ തുടച്ചു കൊടുക്കേണ്ടി വരും. അതെ. ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനും നാസിൻ്റെ ഫൗണ്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ട്. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുദ ബ്യൂട്ടി രണ്ടും ഫുൾ കവറേജ് ആണ്. പക്ഷേ ഹുദയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിരിക്കും, കുറച്ച് തിക്കി ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോഴും അവിടെ ബ്ലെൻഡ് ചെയ്ത് തന്നെ പോകണം. ലാസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, പിന്നെ ചെയ്യാൻ കഴിയില്ല. അതേ സ്ഥാനത്ത് ഈ നാസിൻ്റെ ഫൗണ്ടേഷൻ ഭയങ്കര തിന്നാണ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ ഹുദയുടെ ഫൗണ്ടേഷൻ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റ് ലുക്കാണ് കിട്ടുക. അതേ സ്ഥാനത്ത് നാസിന് കിട്ടുന്നത് ഒരു ഡ്യൂയി ലുക്കാണ് നാസിൻ്റെ ഫൗണ്ടേഷൻ കിട്ടുക. പക്ഷേ രണ്ടും ഫുൾ കവറേജ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ തന്നെയാണ്. കുറച്ചൊരു ഹെവി ലുക്ക് ആവശ്യമുള്ളവർക്ക് ഹുദ യൂസ് ചെയ്യാം, അതല്ല ഹെവി വേണ്ടാന്നുള്ളവർക്ക് നാസ് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലേ എന്താണ് ഞാനിതിൻ്റെ ബിഫോർ ഇടും, ലാസ്റ്റ് പിട്ടായി പറഞ്ഞിട്ട് ചാടും ആഫ്റ്ററിലേക്ക്. ഒട്ടും ലിറ്റർ വേണ്ട, ഒന്നും വേണ്ട, ഇത് മതി. ഇതൊക്കെയാണ് ഇത്. ഇനി ഇച്ചിരി കൂടെ കുറയ്ക്കാൻ, അല്ല ഇത് ഇനിയും സെറ്റിൽ ആവും, താഴേക്ക് പോകാനുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഇനി മസ്കാര ഇട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് പൊട്ട് വെക്കാം, അത് മതി. വേറെ ഐ മേക്കപ്പ് ഒന്നും വേണ്ട, ഒന്നും ഇട്ടില്ല. ഭയങ്കര ന്യൂഡ് ഷെയ്ഡ് കണ്ണിന്റെ മേലെ കൂടെ കൊടുത്ത എന്റെ മോളെ വല്ലാത്തൊരു ടാസ്ക് ആയി പോയി. ഞാൻ പഠിച്ച നിയമങ്ങൾ മുഴുവൻ അല്ല മേക്കപ്പിന് ഏതോ മൂവിയിലെ ഡയലോഗൊക്കെ അല്ലേ ഇതില് ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും തെറ്റിച്ചുള്ള ഒരു സംഭവത്തിലേക്കാണ് ഞാൻ പോണത് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പൊ ഞാൻ പഠിച്ച ഒന്നാമത് നമ്മള് ഐ മേക്കപ്പ് ഏതെങ്കിലും ഒന്ന് ഹെവി കൊടുക്കണം എന്നാ, ഒന്നുകിൽ കണ്ണ് ഹെവി ആക്കണം അല്ലെങ്കിൽ ലിപ്പ്. ഇതിപ്പോ ഒന്നുമില്ല. എനിക്ക് ഇതന്നെ ഓവറായിട്ടാ തോന്നണേ. ഇതിന് കുറയ്ക്കാൻ പറ്റുമോ? പിന്നെ ഓവറാവണം, നീ ഒന്ന് ഉറങ്ങിണിട്ടിട്ട് അപ്പോഴേക്കും ഒന്ന് സെറ്റ് ആവും. കണ്ണിന് ചെയ്ത മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണ് അടച്ചൊന്ന് നോക്കി നോക്കിയേ, കണ്ണ് എഴുതിയിട്ടില്ല. ഒരു ന്യൂഡ് ഷെയ്ഡ് മൊത്തത്തിൽ കൊടുത്തു. മസ്കാര ഇട്ടാ മതി, ഇനി വേറെ ഒന്നും വേണ്ട. താഴെ ഐലിഡിലും വേണ്ട, ഒന്നും വേണ്ട. ലിപ്പ് ഒരു ന്യൂഡ് ബ്രൗൺ. ഇപ്പിടാത്ത ആളല്ലല്ലോ, കാരണം ലിപ്പെങ്കിലും കുറച്ചില്ലാതിരുന്നു. ഇത് നന്നായിണ്ടാവൂല, ഇത് നല്ല ഷെയ്ഡാ, അതെടുക്കാം. പക്ഷെ ന്യൂഡ് എന്ന് പറയരുത്. ഇല്ല, എല്ലാം കൂടെ ലൈറ്റ് ആയിട്ട് ആൾക്കാർ വിചാരിക്കും ഇത് കാണുമ്പോൾ. എന്താ അറിയോ, അവരൊന്നും ചെയ്യൂല. അപ്പൊ അവ ഇരുണ്ട് കിടക്കും, ഞാനിങ്ങനെ ലൈറ്റ് ഓൺ ആക്കിയിട്ട പോലെ ഉണ്ടാവും. അതാ പ്രശ്നം. ഒരു ലിപ് ലൈൻ ഓൾറെഡി ഉള്ളതാ, ഒരു ഡാർക്ക് ലൈന്. ലിപ് ലൈൻ അങ്ങനെയല്ലേ, മമ്മിയുടെ ലൈന് കുറച്ചൊരു ഡാർക്ക് ആയിട്ട് ഒരു പണിയില്ല. ഞാൻ വെറുതെ ബ്രഷ് എടുത്തൊന്ന് ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്നുള്ളൊരു തോന്നൽ എനിക്കും കൂടി വേണ്ട. എൻഗേജ്മെന്റിന് ഫുള്ള് കൊളായിരുന്നു. വേറെ എറണാകുളത്തു നിന്ന് ഒരു ലേഡി വന്ന് ചെയ്തതാ. അപ്പൊ അതിന്റെ പേടി. എനിക്കൊരു ആൽബം ഷൂട്ട് ഉണ്ടായിരുന്നു, അതിന്റെ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവ്യ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഹെയർ ചെയ്യുന്നതിന്റെ ഒരു ഭയങ്കര ഇതില് കുത്തബ് മീനാറാണ് എന്നൊക്കെ പറയണേ ആളുടെ ഇതേപോലെ. അത് ആൽബം ഷൂട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു അച്ഛനാണ് ഫോട്ടോ വീഡിയോ ഇത് ചെയ്യുന്നത്. ആ അച്ഛനും ഇതേപോലെ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പ് കൂടി പോകരുത്. മേക്കപ്പ് സാധാരണ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആള് മോഡൽ വന്നു കഴിയുമ്പോൾ കണ്ടാ പേടിയാവും, ആ രൂപത്തിലായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളത് ചെയ്ത് ചെന്നപ്പം അച്ഛൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല, ഓക്കെയാണ്. ഇതിപ്പോ എനിക്ക് ഒരു കഴിവും പുറത്തെടുക്കാൻ കഴിയാതെ ഞാൻ ഇവ മുടി ചെയ്യുമ്പോ അടുത്ത ടാസ്ക് പൊട്ട് വെക്കാം.
ഇതിപ്പോ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തെന്നൊന്നും പറയാൻ അവകാശപ്പെടാനൊന്നും ഇല്ല. മതി, ഇത് നന്നായിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ എന്താ സംഭവം, നിമ്മിയോടെ ഫേഷ്യൽ ചെയ്യാൻ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലൊക്കെ തന്നെ ഉണ്ട്. അത്രയൊന്നുമല്ല, അതിലും വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. ഫേഷ്യൽ ചെയ്യാൻ വന്നപ്പോ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ തന്നെ ആക്കിയാലോ. അതെ, അല്ല എനിക്ക് ഒളിച്ചോടിയാ പോരായിരുന്നോ സ്റ്റൈലില് ഈ ഒരു ഹെയർ ബാൻഡ് കുപ്പായോ ഇത് ഇട്ടിട്ട് ഇങ്ങനെ കല്യാണത്തിന് പോവാം. അത് വെറൈറ്റി ആവും ചെയ്യും. കാരണം മേക്കപ്പിലൊക്കെ നമ്മള് കംപ്ലീറ്റ് സിമ്പിൾ ആക്കിയില്ല. അതേപോലെ തന്നെ നന്നായിട്ടുണ്ട്, അടിമായ പോലെ. മിക്കവാറും കല്യാണ ദിവസം വധു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കൈകൊണ്ട് മരണപ്പെട്ടു. കാരണം ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് നമ്മള് സ്കാൽപ്പ് കാണുന്നത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു സംഭവം പൗഡർ കിട്ടും നമുക്ക്. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഇതേപോലെ ഒരു ഷെയ്ഡ് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം, അത് ഫേസിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഷെയ്ഡ് വെച്ചിട്ട് ഇത് വെച്ച് പൗഡർ നമ്മളെ എന്താ ഹെയർ ഫൈബർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഇത് വെച്ചിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഹെയർ ഉള്ള അതേ ഫീലേ തോന്നുള്ളൂ, സ്കാൽപ്പ് കാണാനായിട്ട് അറിയില്ല. സംസാരിച്ചോ? സുഖാണോ? വളരെ നല്ല സുഖം. ഫുഡ് കഴിച്ചോ? ഫുഡൊന്നും വേണമെങ്കിൽ വയറ് നിറഞ്ഞ്. ഇതുപോലൊരു ബ്രൈഡ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇനി എൻ്റെ GM-ലെ ഫ്രണ്ട്സിന് എല്ലാവരും ഞാൻ ഇങ്ങനെ അയക്കുന്നുണ്ട്. അല്ല, ഇതേപോലെ പറയരുത് പറയണം. ഇതേ പറയും അവരെല്ലാവരും. വെരി നൈസ്. സുഖല്ലേ? നല്ല സുഖം. പ്രൊഡക്റ്റ് കുറയൂ, പണിയില്ല, പൈസയും കിട്ടും. അല്ല, ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ വിട്ടാലോ എന്നുള്ള ഒരാൾ പറഞ്ഞത് കേൾക്കണോ. ചെയ്തോണ്ടിരിക്കുമ്പോ എന്താണ് മനസ്സിൽ വിചാരിച്ചേ? വിചാരിച്ചറിയോ? എല്ലാം ചെയ്ത് കേട്ടെ, ഫുള്ള് റിമൂവ് ചെയ്യിക്കാതെ വിചാരിച്ചു. ലാസ്റ്റ് ആ സമാധാനത്തിൽ നിൽക്കായിരുന്നു. ഇത്രയും വലിയ ക്രൂരതൊക്കെ ആരെങ്കിലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ചെയ്യോ? ആക്ച്വലി എന്റെ മുഖത്തുള്ള കോൺഫിഡൻസ് അതായിരുന്നു. ഇപ്പോഴുള്ള കോൺഫിഡൻസ് എന്താണോ? സമാധാനം. ഇനിയും ഇല്ലെങ്കിൽ ചിലപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ബ്രൈഡിന്റെ കാരണം ആത്മഹത്യ ചെയ്തു എന്നൊക്കെയുള്ള ന്യൂസ് ഒക്കെ വരുന്നു. അതുപോലത്തെ പീഡനായിരുന്നു. മിക്കവാറും ഒന്നുകിൽ ഞാൻ ഇവളെ കൊല്ലും അല്ലെങ്കിൽ ഇവളെ എന്നെ കൊല്ലും. ഈ ഒരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് അവസാനം ഞാൻ ഇവരോട് പറഞ്ഞു, എന്തെന്നായാലും ഞാൻ തുടച്ചു തരും, എന്നിട്ട് ഞാൻ പറഞ്ഞേക്കുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ തുടക്കൂല, ഞാൻ അന്നേരം തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് റിവ്യൂ പറഞ്ഞ? അടിപൊളിയായിട്ടുണ്ട് മേക്കപ്പ്. സ്റ്റാർട്ടിങ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഫൗണ്ടേഷൻ ഇട്ട ടൈമിൽ. പക്ഷെ ഇത് ബ്ലെൻഡ് ചെയ്ത് വന്നപ്പം നൈസായി. മേക്കപ്പ് എപ്പോഴും ഇടാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആള് തീരെ ഭംഗിയില്ലാണ്ടാവും, എന്നിട്ട് തിരിച്ചേ ഭംഗിയിലേക്ക് വരുള്ളൂ. അതെല്ലാ കുട്ടികളും ഓർക്കുക കേട്ടോ. അപ്പോൾ മേക്കപ്പ് ഇടാൻ കഴിയുന്ന കണ്ണാടി നോക്കരുത്. പക്ഷേ ഇത് ഞാൻ കണ്ണാടി തിരിച്ചു വെക്കാൻ ഞാൻ ആവുന്ന പരിശ്രമിച്ചു. പക്ഷെ ഞാൻ പറയാം, തിരിച്ചു വെച്ചാലും ഞാൻ തിരിഞ്ഞിരിക്കും. ഒരു രക്ഷയില്ല ഒരു വിധത്തിലും. ഞാൻ ഒക്കെ പോട്ടെ, ലാസ്റ്റ് മൂപ്പർക്ക് വലിയൊരു കോമഡി കാണിച്ചുതരാം. ഇതാണ് നമ്മളെ ഹെയർ. ഇതിന്റെ പുറത്ത് കുഞ്ചണം കെട്ടിക്കൊടുക്കണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ബ്രൈഡ് ഉണ്ടാവോ? ഇതെന്തത് കുതിരവാല് പോലെ ഉണ്ട്. എനിക്ക് ഈ സാധനം ഇഷ്ടമായിട്ടില്ല. ഇതിന്റെ പുറത്ത് കുഞ്ചനം വെക്കണമെന്ന് ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? വേണ്ട, ഞാൻ രണ്ടും ഉണ്ടാക്കൊണ്ട് ഇതുവരെ മിണ്ടാണ്ടിരിക്കുന്ന ആളിങ്ങനെ ഇങ്ങനെ മസില് പിടിച്ചിട്ട് അമ്മോ, ഇപ്പോഴാണ് ഞാനും ഒന്ന് ഫ്രീ ആയത്. ഞാനും എൻ്റെ മുഖമൊക്കെ ഒന്ന് മാറിയിട്ട് ആകെ ബേജാറായിട്ട് ടെൻഷനായിപ്പോയി. എങ്ങനെ ഞാൻ ഫിനിഷ് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ വന്നുപോയി. സമാധാനം. ഇനിയിപ്പോൾ ഏതായാലും താങ്ക് യു. കല്യാണത്തിന് വായോ? ഇന്ന് പോപ്പീസ് പൂട്ടില്ലേ? എന്തിയേ? പെരുന്നാളിന് അന്ന് തന്നെ ഞാൻ പൂട്ടിയിട്ടതിന്റെ അവസ്ഥ എനിക്ക് അറിയുള്ളൂ. നിവർത്തില്ലാത്തോണ്ട് പൂട്ടിയിട്ടതാ, അല്ലെ പൂട്ടിയിട്ടു തന്നെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനി എല്ലാവരോടും പറയണം, നല്ല മേക്കപ്പാണ്, നല്ല ഭംഗി ഉണ്ടാവാൻ നോക്കട്ടെ. ലൈൻ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിന്റെ കല്യാണം വരുന്നുണ്ട്.